പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. മത്സ്യങ്ങൾ ചാവാൻ കാരണം പുഴയിലെ ഓക്സിജൻ കുറഞ്ഞത്. കെട്ടിക്കിടക്കുന്ന വെള്ളവും ഷട്ടറുകൾ പെട്ടെന്ന് തുറന്നതും പ്രതിസന്ധിയായെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏലൂർ ഓഫീസിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറെ സ്ഥലം മാറ്റി. സജീഷ് ജോയിയാണ് സ്ഥലം മാറ്റിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും AT അശ്വതി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അശ്വതി, ഒരു നടപടിയിലേക്ക് പോകുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എഞ്ചിനീയറെ സ്ഥലം മാറ്റുന്നതിന് പിന്നാലെ ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടും വരുന്നു. അതായത് പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന് ഇവർ പറയുന്നു. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? രാസമാലിന്യമല്ല, കെട്ടിക്കിടന്ന വെള്ളമാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. ജൈവ മാലിന്യം അഴുകി വെള്ളത്തിൽ അലിഞ്ഞു, ഇതാണ് പ്രശ്നം എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. pH വാല്യൂവിൽ മാറ്റമില്ല. അതായത് pH വാല്യൂ 6.5 മുതൽ 7 വരെയുണ്ട്. അതുകൊണ്ട് രാസമാലിന്യം കലർന്നിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് കാരണമെന്ന് പറയുന്നു. ഇത് കുറയാനായിട്ടുള്ള കാരണം ഈ ജൈവ മാലിന്യങ്ങൾ അഴുകി വെള്ളത്തിൽ അലിഞ്ഞതാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് 3 ഷട്ടറുകൾ തുറന്നതും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമായി. കാരണം ഷട്ടറുകൾ തുറന്നപ്പോൾ അവിടെ കിടന്നിരുന്ന ജൈവ മാലിന്യത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ വെള്ളത്തിലേക്ക് കലരുകയാണ് ചെയ്തത്. നേരത്തെ ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളും നൽകിയിരുന്നു എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് മാത്രമായിരിക്കില്ല, സബ് കളക്ടറുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ കുഫോസ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നുണ്ട്. കുഫോസിന്റെ ശാസ്ത്രീയ പരിശോധനയിൽ മീനുകളുടെ സാമ്പിൾസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൂടി കണക്കിലെടുത്തതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. മാത്രമല്ല, ഇപ്പോൾ സ്ഥലം മാറ്റവും കൂടി വന്നിരിക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏലൂർ ഓഫീസിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്കാണ് സ്ഥലം മാറ്റം. പകരം റീജിയണൽ ഓഫീസിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഷിജു MA ആണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി P രാജീവ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ ഒരു സീനിയർ എഞ്ചിനീയർ ഇവിടെ വേണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത് എന്നാണ് നൽകുന്ന വിശദീകരണം. നടപടിയിലേക്ക് പോയപ്പോഴും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടുകൾ വരുമ്പോഴും ഈ മത്സ്യ കർഷകർക്ക് എന്തെങ്കിലും പരിഹാര മാർഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ 10 കോടിയിലധികം രൂപയുടെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ. അതിന്റെ ഒരു കൃത്യമായ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല, എല്ലാ റിപ്പോർട്ടുകളും ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കും അത്തരം തീരുമാനങ്ങളിലേക്ക് വരിക. ഇന്ന് സബ് കളക്ടർ ഇത് സംബന്ധിച്ച സബ് കളക്ടറുടെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കിലെടുത്തതിന് ശേഷമായിരിക്കും ഇതിലൊരു കോമ്പൻസേഷൻ എത്ര വേണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവുക. ഏതായാലും കർഷകർ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് സ്റ്റേഷനുകളിലടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. വ്യക്തമാണ്. എന്തായാലും സബ് കളക്ടറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. എന്തായാലും പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് AT അശ്വതി നൽകിയത്.